ഈ മെന്റലിനെ ആരാണ് പുറത്തു വിട്ടത്? ഇടോ ബീസി, ഈ ചങ്ങലയൊക്കെ കൊണ്ട് എങ്ങോട്ടാ? ഗേറ്റ് പൂട്ടാനിട്ട് ചങ്ങലയാ. ഓരോരോ പ്രാന്തന്മാര്. വേണ്ട, എന്റെ ഉള്ളിലെ കൊടും ഭീകരനെ തളയ്ക്കാൻ അടുത്ത പ്രാവശ്യം ഇതിലും വലിയ ചങ്ങല വേണ്ടി വരും. അച്ഛ വീട്ടിലെ അച്ഛൻ കുഞ്ഞിനോടാ നിന്റെ കളി. വേണ്ട, ഇനി അടിക്കരുത്. മുട്ട പൊട്ടൊന്ന് നിർത്ത്. ഭാഗ്യം പൊട്ടിയില്ല. ഈ മുട്ട പൊട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇത് കട്ടതിനല്ലേ നിങ്ങൾ എന്നെ പൊക്കിയത്? തൊണ്ടി മുതലാണ്. ഇത് പൊട്ടിയാൽ ആദ്യം കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. ഓടകത്തേക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ജയിലിൽ കിടക്കുന്നത്. എല്ലാം നിങ്ങൾ കാരണോ? ഞങ്ങള് കാരണോ? നീ പിന്നെ അവിടെ കച്ചേരി നടത്താൻ വേണ്ടി വന്നാണല്ലോ. ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ട് പ്ലാൻ ചെയ്തതാ. ഒറ്റ രാത്രി കൊണ്ട് കുളവാക്കി. പട്ടികളും ചെറ്റകള് പച്ചട്ടികളും. ഇതാരാ? സാറേ, ഇതെന്താ പിച്ചക്കാരോടെ? അതെ, എനിക്കൊരു സെപ്പറേറ്റ് റൂം കിട്ടിയാ കൊള്ളാം. അതെ, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു AC ഡീലക്സ് റൂം ഉണ്ട്. അത് മതിയോ? എനിക്കും വേണേ. അത് മതി. ഇലക്കാതെ അവിടെ കിടന്നോളൂ. ഒറ്റ കീറുകീരാണല്ലോ. വെറുതെ എന്റെ കൈമേനക്കെടുത്തിക്കരുതേ. ഓ, കൊട്ടാരം എന്റെ കയ്യിലൊന്ന് വന്നോട്ടെ. ഇവിടുത്തെ പോലീസുകാരെയും മജിസ്ട്രേറ്റിനെയും ഒക്കെ ഞാൻ നാട് കടത്തും. അവർക്ക് ഞാൻ ഭ്രഷ്ട് കൽപ്പിക്കും. വട്ടായെന്നാ തോന്നുന്നത്. വട്ട് എനിക്കല്ലടാ, നിങ്ങൾക്കൊക്കെയാ. നോക്കിക്കോ, ആടിയോ പാടിയോ പ്രേമിച്ചോ കൃഷ്ണപുരം കൊട്ടാരം ഞാൻ തിരിച്ചു പിടിക്കും. പോടാപ്പ, വെറുതെ ഡയലോഗ് അടിക്കണം. കുറെ നാളായല്ല സീനിൽ വന്നിട്ട്, ഇതുവരെ ഒന്നും തെളിഞ്ഞു കണ്ടില്ലല്ലേ? ഓ, നീ പിന്നെ അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുമല്ലേ? അത് പന്തലിച്ചോളൂ. നീ എന്തുണ്ടാക്കിയിട്ടാ കളിക്കുന്നത്? എക്സ്ക്യൂസ് മീ ബ്രദേഴ്സ്, എന്റെ അനിയനെ ഒരു നിലയിൽ എത്തിച്ചിട്ട് മതി എന്റെ അംഗം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോ ഞാനൊന്നും പയറ്റാൻ തീരുമാനിച്ചു. ഉറുമി എടുത്തായിരിക്കും. എന്ത് കിടന്ന് കരയണം? ഇയാളാണോ? പേടിക്കണ്ട, ഞാൻ ഭ്രാന്തനോ പിച്ചക്കാരനോ ഒന്നുമല്ല. കണ്ണുപൊട്ടനാണെന്ന് വേണമെങ്കിൽ പറയാം. കാഴ്ചയില്ലാത്തൊരു പാവ സഞ്ചാരി. പഞ്ചാബിയോ? പഞ്ചാബിയല്ല, സഞ്ചാരി. ഓ, നിങ്ങള് കൃഷ്ണപുരം കൊട്ടാരത്തെ പറ്റി പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾക്ക് അവിടുത്തെ ആരാ? രാജാവ്. അതിപ്പോ തനിക്കറിഞ്ഞിട്ട് എന്തിനാ? കൊട്ടാരത്തില് 3 രാജാക്കന്മാരല്ലേ? രാജഭരണത്തിനായി അംഗം കുറിക്കുന്ന ക്ഷത്രിയ രക്തം. എന്നാൽ ആരുടെ കയ്യിലും കാശില്ല. മുടിയത്തോട്ട് കളിക്കരുത്. പറ്റുന്ന പണിക്ക് പോയാ പോരെ. നിങ്ങളുടെ അവസ്ഥയോർത്ത് ചിരിച്ചു പോയതാ. കൃഷ്ണപുരം കൊട്ടാരം ഞാൻ എന്നേ അറിയും. എന്റെ മുതുമുത്തച്ഛന്മാർ അവിടെ കാര്യസ്ഥപ്പണി ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളെ, മടിക്കുത്തിൽ മാണിക്യം വെച്ചുകൊണ്ട് മാറാപ്പ് പേരേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക്? മടിക്കുത്തിൽ മാണിക്കോ? പാലേരി മാണിക്യത്തിന്റെ സെക്കൻഡ് പാർട്ടാണോ? ഞാൻ ഉദ്ദേശിച്ചത് ആ വിഗ്രഹത്തെ കുറിച്ചാ. ഇന്നേ വരെ കണ്ടെടുക്കാത്ത ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നിങ്ങളുടെ കൊട്ടാരത്തിൽ നിന്നും സാമൂതിരി സേനാനികൾ ഒളിപ്പിച്ചു മാറ്റിയ തങ്ക വിഗ്രഹം. അന്നത്തെ മഹാറാണിയുടെ തൽസ്വരൂപത്തിൽ നിർമ്മിച്ച, നെറ്റിയിൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഇന്ദ്രനീലക്കല്ല് പതിച്ച വിഗ്രഹം. എവിടെയെന്ന് പറഞ്ഞിട്ട് കുരച്ച് ചാവ്. ഇന്നതെവിടെയുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കിയാൽ ഒരു പങ്ക് എനിക്കും തരുമെന്ന് ഉറപ്പ് തന്നാൽ ആ നിധിയിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കാം. വർഷങ്ങളായി പലരും അന്വേഷിച്ചു ചെന്നതാ, കണ്ടെത്താനായില്ല. ഞാനും ശ്രമിച്ചതാ. ഉൾവനത്തിൽ തേനീച്ച കൂട്ടത്തിന്റെ ഇടയിൽപ്പെട്ട് എന്റെ കണ്ണുകൾ ഇനി ഒറ്റയ്ക്ക് എന്നെ കൊണ്ടാവില്ല. നല്ല ബെസ്റ്റ് കഥ. ഉടനെ അയച്ചു കൊടുത്ത അടുത്ത ബാലരമയിൽ വരും. അതെ, ഇവന്റെ എത്ര കഥകൾ വന്നിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കളവ. എന്നോട് പറയൂ പ്ലീസ്. നിധി എവിടെയാണ്? അയ്യഞ്ചുമഞ്ചുമുടൽ 3 കൊഞ്ചുമതിലായി കുഞ്ചനേഴുമത 6 8 മതി 5 മതി 1 തത്വമതി മേവുന്നു നാദഹരി നാരായണായ നമഃ. കൊള്ളാം. കള്ളക്കഥയ്ക്ക് കൂട്ടായ ഒരു കടങ്കഥ. കടങ്കഥയൊന്നുമല്ല, ശ്ലോകമാ. ഈ ശ്ലോകം മനഃപ്പാഠമാക്കിയാൽ നിധിയിലേക്കുള്ള വഴി എളുപ്പം കിട്ടും. അതിനാദ്യം ഇവിടുന്ന് ജയിൽ ചാടണം. 5 5 മുതൽ 3 കൊഞ്ചു മുതൽ. ആ താക്കോല് കിട്ടിയാൽ ഈ സെല്ല് തുറന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം.
തടിമില്ലിന്ന് പോലും ഇത്രയും ശബ്ദം കേൾക്കാൻ പറ്റില്ല. കൂർക്കം വലിച്ച് മറ്റുള്ളവരെ കൂടി ഉണർത്തല്ലേ. അയ്യോ, ഭാഗ്യം ആരും ഉണർന്നില്ല. എന്നോടാ കളി. എത്ര തവണ ഞാൻ ഇതുപോലെ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതെങ്കിലും നടക്കണേ. പോലീസുകാരൻ ഉണരും മുമ്പ് ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. താക്കോലൊടിഞ്ഞ്. ഐ ആം ട്രാപ്ഡ്. എന്ത് ചുമയത്? മിക്കവാറും ചുമക്കേണ്ടി വരും. ചേട്ടാ ഇത്ര വെള്ളമെടുത്ത് നിനക്ക് പോയി എടുത്തു. എന്നാ പിന്നെ അയാളെ കൊണ്ട് എടുപ്പിച്ചാൽ പോലെ. ക്ഷയം വല്ല ആണോ? ആ ബാലക്ഷയോന്നാ തോന്നണ. ചേട്ടാ വെള്ളം കുടിച്ചോ. സാറേ സാർ, വേണ്ട, വെള്ളം വേണ്ടേ? സാർ, പോലീസിനെ വിളിക്കണ്ട. ഇത് നിധിയിലേക്കുള്ള വഴികാട്ടിയ. ഇവിടുന്ന് മൈസൂരിലേക്ക് പോകും വഴി നാഗഹള്ളി. അവിടുന്ന് തെക്ക് പടിഞ്ഞാറ് 8 മൈല് പോയ ഉള്ളിക്കുട്ടെ പാറക്കെട്ട്. പിന്നെല്ലാം ഭാഗ്യം പോലെ. അതൊക്കെ പിന്നെ ആവട്ടെ, ആദ്യം ആശുപത്രി പോ. എനിക്ക് സാർ ഒന്ന് പെട്ടെന്ന് വരണേ. മരിക്കാൻ പോകുന്നവന്റെ വാക്ക് പൊള്ളയാവില്ല. ഇതാവാം വിധി. ഈ യോഗം നിങ്ങളത് കണ്ടെത്തണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണത്. സാറേ സാർ, എന്താ എന്താ ചുമച്ച് ചുമച്ച് ആകെ വയ്യാതായി. ഒന്ന് പിടിച്ചേ. വേഗം എസ് ഐ വിളിക്കാം. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകും. നിങ്ങൾ അവിടെ പോയി കിടക്കണം. പേപ്പേഴ്സ് എല്ലാം ശരിയല്ലേ? ഞങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തടസ്സമൊന്നുമില്ലല്ലോ. യു ക്യാൻ ടേക്ക് ദം. രാമേന്ദ്ര, ആ പിള്ളേരെ ഇറക്കൂടെ. താങ്ക് യു സാർ. ഡേയ് ഇറങ്ങി വാ, നിങ്ങൾക്ക് ജാമ്യമായി. ആ അമ്മാവനെങ്ങനുണ്ട്? ഓ അയാള് ചത്തു. വെളുപ്പിന് ആശുപത്രി വെച്ചാ. നിങ്ങൾ വാ. ഇനി നിധി എനിക്ക് മാത്രം സ്വന്തം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ എന്താണ് ഇവിടെ സ്ഥിരതാമസക്കാരുടെ പരിപാടി? ഇറങ്ങി വാടാ.